വിശുദ്ധന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ജീൻസും ടീഷർട്ടും ഷൂസും ധരിച്ച ഒരു വിശുദ്ധൻ. ഫുട്ബോളിനെ സ്നേഹിക്കുകയും പോക്കിമോൻ കാണുകയും പ്ലേ സ്റ്റേഷൻ കളിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധൻ. ഇങ്ങനെയൊരു വിശുദ്ധൻ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ്. പറഞ്ഞു വരുന്നത് കാർലോ അക്യൂട്ടീസിനെ പറ്റിയാണ്. 10,000-കണക്കിന് യുവജനങ്ങളെ സാക്ഷിയാക്കിയാണ് കാർലോ അക്യൂട്ടീസ് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടത്. ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച കത്തോലിക്ക സഭയിലെ ആദ്യ മില്ലനിയൽ വിശുദ്ധനാണ് കാർലോ അക്യൂട്ടീസ്. ആരാണ് ഈ കാർലോ അക്യൂട്ടീസ്? 15 വർഷം മാത്രം ഭൂമിയിൽ ജീവിച്ച് ജപമാലയും കീബോർഡും ആത്മീയ പ്രചരണത്തിൽ സംയോജിപ്പിച്ചാണ് കാർലോ വിശുദ്ധനായി മാറിയത്. വളരെ ചെറിയ കാലം മാത്രമായിരുന്നു കാർലോ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. ഈ കാലം കൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ സന്ദേശങ്ങളെ ലോകത്തിനു മുന്നിലെത്തിച്ച ആ ബാലനെ ലോകം ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ എന്ന് വിളിച്ചു. ലണ്ടനിൽ ജനിച്ച കാർലോ തന്റെ 11ാം വയസ്സിലാണ് സൈബർ ഇടങ്ങളിലെ വിശ്വാസ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അസീസിയയിലെ സ്വന്തം ഇടവകയ്ക്കായി വെബ്സൈറ്റ് ആരംഭിച്ചുകൊണ്ടായിരുന്നു ആ തുടക്കം. ചെറുപ്പം മുതലേ കമ്പ്യൂട്ടർ മേഖലയിൽ താല്പര്യം കാണിച്ചിരുന്ന അക്യൂട്ടീസ് ആ പ്രായത്തിൽ തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള പ്രോഗ്രാമിംഗ് മെറ്റീരിയലുകൾ പഠിച്ചെടുക്കുകയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 136 വിശ്വാസ അത്ഭുതങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തി ശ്രദ്ധേയനാവുകയും ചെയ്തു. 15ാം വയസ്സിൽ രക്താർബുദത്തെ തുടർന്നായിരുന്നു കാർലോ മരണപ്പെടുന്നത്. ലോകം സാക്ഷ്യം വഹിച്ച എല്ലാ അത്ഭുതങ്ങളും അദ്ദേഹത്തിന്റെ വെബ്സൈറ്റുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. വെബ്സൈറ്റ് ഇപ്പോൾ 9-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. കാർലോ അക്യൂട്ടീസിനായി ഇങ്ങ് കേരളത്തിലും ഇപ്പോൾ ഒരു ദേവാലയം ഒരുങ്ങുന്നുണ്ട്.